നമുക്ക് നേരെ ഒന്ന് പത്തനംതിട്ടയ്ക്ക് പോകണം. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചയാളെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയതിൽ KU ജനീഷ് കുമാർ MLA-ക്കെതിരെ വനംവകുപ്പിന്റെ റിപ്പോർട്ട്. ഫോറസ്റ്റ് ഓഫീസിൽ കയറി പ്രശ്നമുണ്ടാക്കിയത് ജനീഷ് കുമാർ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജീവനക്കാർ ഒരു തരത്തിലും പ്രകോപനം സൃഷ്ടിച്ചില്ല. MLA ഇറക്കിക്കൊണ്ടുപോയയാളെ ഫോറസ്റ്റ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. സ്വമേധയാണ് തമിഴ്നാട് സ്വദേശി ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയതെന്നും ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനം മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. MLA പറഞ്ഞത് മറ്റൊരു വേർഷനാണ്. ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിയത് MLA എന്നാണോ വനംവകുപ്പിന്റെ കണ്ടെത്തൽ? ഇന്നലെയാണ് KU ജനീഷ് കുമാർ MLA അവിടെ കസ്റ്റഡിയിലെടുത്തയാളെ ഇറക്കിക്കൊണ്ട് പോയത്. എന്നാൽ കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ല, MLA വന്ന പ്രശ്നമുണ്ടാക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ വനംവകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ട്. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനം മന്ത്രിക്ക് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. റഹീസ്, റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? ആ റിപ്പോർട്ടിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെതിരായാണ് വനം വകുപ്പിന്റെ റിപ്പോർട്ട് വനം വകുപ്പ് മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് വനം വകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പാടി ഫോറസ്റ്റ് ഓഫീസിൽ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് കോന്നി MLA ആയ KU ജനീഷ് കുമാറാണ്. ജനീഷ് കുമാർ അവിടെ പറയുന്നത് പോലെ അല്ല സംഭവങ്ങൾ നടന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഹിറ്റാച്ചി ഡ്രൈവറായ തമിഴ്നാട് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നതല്ല, മറിച്ച് ആ സംഭവം നടക്കുന്ന, അതായത് ആന ചരിഞ്ഞ സംഭവം ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഹിറ്റാച്ചി ഡ്രൈവറോട് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം ഇത് മറ്റാരോടും പറയരുത് എന്ന് ആ ഹിറ്റാച്ചി ഡ്രൈവറോട് ആ സ്ഥലത്തിന്റെ ഉടമ പറയുകയും ചെയ്തു. ആ വിവരം ഫോറസ്റ്റ് ഓഫീസർക്ക് കിട്ടി. അതിനനുസരിച്ച് ഹിറ്റാച്ചി ഡ്രൈവറെ കണ്ട് നിങ്ങളുടെ മൊഴി എടുക്കേണ്ടതുണ്ട്, നിങ്ങൾ ഫ്രീ ആകുന്ന സമയം നോക്കി ഫോറസ്റ്റ് ഓഫീസിൽ ഒന്ന് എത്തണമെന്ന് പറയുക മാത്രമാണ് ചെയ്തത്. പിന്നീട് ആ ഹിറ്റാച്ചി ഡ്രൈവർ സ്വമേധയാ ഫോറസ്റ്റ് ഓഫീസിൽ വരികയായിരുന്നു. ഈ സമയത്ത് MLA പോലീസിനെയും കുറച്ച് നാട്ടുകാരെയും കൂടി കൊണ്ടുവന്ന് അവിടെ പ്രകോപനപരമായ ഒരു രംഗങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായില്ല. കാരണം ഓഫീസിൽ കയറി പ്രശ്നമുണ്ടാക്കിയത് MLA ആണ് എന്നതാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.